ഹലോ, ഇതാണ് ബക്ലാവ. ഓട്ടമിൻ്റെ കാലഘട്ടം മുതലുള്ള ഒരു അറബിക് സ്വീറ്റാണ്. പല തരത്തിൽ ചെയ്യുമെങ്കിലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പമായിട്ട് ഒരു അരമണിക്കൂറിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഫിംഗർ ബക്ലാവാസ് ആണ്. വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് ഇഫ്താറിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. ഇതിനാദ്യമായിട്ട് വേണ്ടത് ഫിലോ ഷീറ്റ്സ് ആണ്. എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആയിരിക്കും. പഫ് പേസ്ട്രി ഷീറ്റ് അല്ല, അതിനേക്കാളും ഒരുപാട് കട്ടി കുറഞ്ഞ പേപ്പർ പോലെ ഇരിക്കുന്ന ഒരു ഷീറ്റ്സ് ആണ് ഫിലോ ഷീറ്റ്സ്. വളരെ നേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറിപ്പോവും, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ആദ്യം തന്നെ ഡ്രൈ ആയ ഒരു സ്ഥലത്തേക്ക് ഈ പേപ്പർ നീട്ടി വിരിക്കുക. എന്നിട്ട് കുറച്ച് മെൽറ്റഡ് ബട്ടർ എടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഒന്നിങ്ങനെ തൂത്ത് കൊടുക്കുക ബ്രഷ് വെച്ച്. എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തണമെന്നൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഗ്യാപ്പ് ഒന്നും വന്നാൽ കുഴപ്പമൊന്നുമില്ല. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ ഷീറ്റിൻ്റെ പകുതി മാത്രമേ ഞാൻ ബട്ടർ തേച്ച് കൊടുത്തിട്ടുള്ളൂ. മറ്റേ പകുതി ഇങ്ങനെ കാണുന്ന പോലെ മേലോട്ട് മടക്കി അങ്ങ് വെക്കുക. കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ഷീറ്റിൻ്റെ മേലെ ബട്ടർ തേച്ച് അടുത്ത ഷീറ്റ് അതിൻ്റെ മേളിൽ വെച്ചിട്ടും ചെയ്യാം. ഇനി ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന ഫിലോ ഷീറ്റിൻ്റെ മേളിൽ വീണ്ടും നമ്മൾ എടുത്ത് വെച്ച ബട്ടർ ഒരു ലെയർ കൂടി ഇങ്ങനെ തൂത്ത് കൊടുക്കണം. ബട്ടറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിലായാലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സിൻ്റെ പൗഡർ നമുക്കിങ്ങനെ വെതറി കൊടുക്കാം. പിസ്റ്റാഷിയോ ബക്ലാവാസ് ആണ് വളരെ കോമൺ എങ്കിലും കാഷ്യോ, ആമണ്ടോ, വാൾനട്ടോ എന്ത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നട്ട്സ് പൗഡറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്തിരുന്നു. ആ പൗഡറാണ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു എൻഡിന്ന് ഈ കാണുന്ന പോലെ റോൾ ചെയ്ത് അങ്ങ് അറ്റം വരെ കൊണ്ടുവരണം. ഒരുപാട് ടൈറ്റായിട്ട് ചെയ്യണമെന്നില്ല, ചെറിയൊരു ടെക്സ്ചർ വരുത്താൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ പ്ലെയിൻ ആയിരിക്കുന്നതിനേക്കാളും ബക്ലാവാസിൻ്റെ മേലെ ചെറിയൊരു ടെക്സ്ചർ വരും, അതിനാണ് ഇങ്ങനെ ചുരുക്കി ചുരുക്കി വെച്ച് കൊടുക്കുന്നത്. പലതരത്തിലുള്ള ടെക്നിക്സാണ് പല രാജ്യത്തിലും ബക്ലാവാസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ വെച്ചാൽ മതി. ഇനി നിങ്ങൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ലേശം ബട്ടർ ഇതേപോലെ തടവി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ കേക്ക് ടിനാണ്. ഇതിലേക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ബക്ലാവാസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സെയിം ടെക്നിക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല അത്രയും ബക്ലാവാസ് സെറ്റ് ചെയ്ത് ആ പാത്രം നിറച്ചും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1-2 ടൈപ്പ് ട്രൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വേറൊരു ടൈപ്പ് ബക്ലാവാസ് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. കേക്കിലൊക്കെ ഇടുന്ന ടൂട്ടി ഫ്രൂട്ടി ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഡേറ്റ്സിൻ്റെ പേസ്റ്റോ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് ആ പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സ്വീറ്റ് പൊറോട്ട ഉണ്ടാക്കേണ്ട പേസ്ട്രി ഷീറ്റായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. പക്ഷേ വന്ന സാധനം മാറിപ്പോയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബക്ലാവാസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നാലും വിചാരിച്ച കാര്യം എങ്ങനെ ചെയ്യാതിരിക്കാന്ന് ഓർത്ത് ഒരു സ്വീറ്റിനെ കൂടി ഞാനിത് വെച്ച് ഒന്ന് ഒപ്പിച്ച് ചെയ്തിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ആദ്യം ചെയ്തെടുത്ത് വെച്ച ബക്ലാവാസും ടൂട്ടി ഫ്രൂട്ടിയുടെ ബക്ലാവാസും ഇപ്പോൾ ചെയ്ത ഈ സ്വീറ്റിനേടിയും മേലെ കൂടി അത്യാവശ്യം നല്ലോണം തന്നെ ബട്ടർ തേച്ച് കൊടുക്കണം. ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ ടെക്സ്ചർ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു കത്തി കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള നീളത്തിൽ വേണ്ടുന്നത്ര നമ്പറിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഫിംഗർ ബക്ലാവാസ് ആയതുകൊണ്ട് ഒരു വിരലിൻ്റെ നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഫുൾ ടിന്നിൽ ഒരേപോലെ ഇരിക്കുന്ന ബക്ലാവാസ് സെറ്റ് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച അവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറിൽ നമ്മുടെ ബക്ലാവാസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബക്ലാവാസ് സെർവ് ചെയ്യേണ്ട ഡിഷിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് ഇനി നിറച്ച ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഒരുപാടെന്ന് വെച്ചാൽ ഇത് കുതിർന്നിരിക്കുന്ന അത്രയും ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ നട്ട്സ് പൗഡർ ഓൾറെഡി സ്വീറ്റ് ആയതുകൊണ്ട് വളരെ കുറച്ച് ഷുഗർ സിറപ്പ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ ഷുഗർ സിറപ്പിൽ മുങ്ങിയിരിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്ത കുറച്ച് ക്രഷ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഓരോന്നിൻ്റെ മേലെ കുറച്ച് കുറച്ച് വേണമെങ്കിൽ ഇടുമ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബക്ലാവാസ് റെഡിയായി. ഇത് സെർവിങ് ഡിഷിലോട്ട് പ്രസൻറ്റബിൾ ആയിട്ട് മാറ്റാനുള്ള സമയമൊന്നും കിട്ടിയില്ല. മക്കളത് അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ ക്രഞ്ചിയുമാണ്. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യില്ല. ഡെസേർട്ടായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചിക്കൻ ഫില്ലിംഗ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഓരോ ആൾക്കാരുടെ ഇഷ്ടം പോലെ. പക്ഷേ മെത്തേഡ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. നിങ്ങൾ എന്ത് ഫില്ലിംഗ് ആണ് ഉപയോഗിച്ചതെന്നും എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇതിനെക്കാട്ടിലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അറബിക് ഡെസേർട്ടുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.